ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണത്. +2 ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു മികച്ച മേഖല തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അറിയില്ല എന്നതാണ് സത്യാവസ്ഥ. കാരണം ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ടെക് പ്ലസ് മാനേജ്മെന്റ് പ്രോഗ്രാമാണ്. കാരണം മാർക്കറ്റിംഗിന്റെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ. കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അത്രയും അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ പിൻട്രസ്റ്റ് അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതേ ത്രൂ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം എന്നതിനുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം അതൊരിക്കലും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മേഖലയല്ല. ഇന്ന് ഏതൊരു കമ്പനിയുടെ, ഒരു ഓട്ടോമൊബൈൽ കമ്പനി ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ബ്രാൻഡ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ബ്രാൻഡ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എല്ലാ ബ്രാൻഡിനും അവരുടെ സർവീസോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റോ എത്തിക്കാനായിട്ട് ഇന്ന് നിർബന്ധമായും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടായേ മതിയാവൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ഇത്രയധികം അവസരങ്ങൾ ഈ മേഖലയിലുണ്ട്. പക്ഷേ ഇന്ന് ഒട്ടുമിക്ക HR കമ്പനീസിനും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഓപ്ഷനാണ്, ഞങ്ങൾക്ക് വേണ്ടത്ര അറിവുള്ള കാൻഡിഡേറ്റ്സിനെ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ മേഖലയിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം വരാനുള്ള കാരണം? അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ ഉണ്ട് ഈ മേഖലയിൽ എന്ന് ശരിയാണ്. പക്ഷേ ഈ അവസരങ്ങൾക്കൊത്ത് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു റിയാലിറ്റി. സോ അതില്ലാതാവണമെങ്കിൽ നമ്മൾ പഠിക്കുക, ഈ മേഖലയ്ക്ക് ഇനി കടന്നു വരുന്ന കാൻഡിഡേറ്റ്സ് എങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ കമ്പനീസിന് ആവശ്യമായ റിക്വയർമെന്റ്സ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണോ ഇന്നത്തെ കറണ്ട് ട്രെൻഡിങ് എന്താണോ ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് അറിയാം. അതിനൊപ്പം തന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, കാരണം മാനേജ്മെന്റ് മേഖല ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്താണ്, ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണ്, അല്ലെങ്കിൽ ഇതിന് വരുന്ന ടാർഗറ്റ് ഏജ് കാറ്റഗറി എത്രയാണ്, ലൊക്കേഷൻ ഏതൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മെയിൻലി ചൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഫിറ്റ്നസ് ബ്രാൻഡിന് നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസിന്റെ ഏജ് കാറ്റഗറി ഉണ്ട്. മേ ബി 18 വയസ്സ് തൊട്ട് ഒരു 60 വയസ്സ് വരെയുള്ള കാറ്റഗറി ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും പൗഡേഴ്സോ അല്ലെങ്കിൽ ഓയിൽസോ ആണെങ്കിൽ അതിന് വരുന്ന കാറ്റഗറി വേറെ ഒന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിന് വേണ്ടി വരുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കാറ്റഗറി വേറെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു കോഴ്സിന്റെ സംബന്ധമായിട്ടാണെങ്കിൽ അതിൽ വരുന്ന ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരുടെ ടാർഗറ്റ് ഓഡിയൻസും ലൊക്കേഷനും എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നേരെ ക്യാമ്പയിൻ സെറ്റപ്പിംഗ് അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ആദ്യം മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ പോവുകയും ചെയ്യും. ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വ്യക്തമായ ലക്ഷ്യങ്ങളോ വ്യക്തമായ ഒരു റിസൾട്ടോ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ പോവുകയാണ് ചെയ്യുക. സോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ അടുത്തറിയേണ്ട കാര്യങ്ങളാണ് ബാക്കിയുള്ള ടെക് സൈഡ് കാര്യങ്ങൾ. അതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാരണം ഓരോ ടെക് സൈഡ് നോക്കുകയാണെങ്കിൽ ഓരോ 3 വീക്സ് കൂടുമ്പോഴും അൽഗോരിതങ്ങൾ ചേഞ്ച് ആവുന്ന ഒരു പ്ലാറ്റ്ഫോംസ് ആണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. അതിനൊപ്പം തന്നെ എങ്ങനെ ബെസ്റ്റ് റിസൾട്ട് ക്ലയന്റിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആവുന്ന സമയത്ത് നോക്കേണ്ടത്. അതിനൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകളായിട്ടുള്ള ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാം, ബ്രാൻഡ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ +2 ഡിഗ്രി കഴിഞ്ഞത് കൊണ്ട് ചുമ്മാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സിന്റെ പേര് മാത്രമേ നോക്കുള്ളൂ. എന്താ പഠിപ്പിക്കുന്നത്, അതിന്റെ സിലബസ് പോലും നോക്കാതെയാണ് ഇന്ന് പല കാൻഡിഡേറ്റ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ ഇനിയെങ്കിലും ആ ചെയ്യുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം പഠിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ കോഴ്സിന്റെ പേര് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്യരുത്. നിങ്ങൾ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന അറിവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ സിലബസ് വ്യക്തമായി നിങ്ങൾ നോക്കിയേ മതിയാകൂ. ആ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത്. അതും ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിലുള്ള ട്രെൻഡിങ് ആയ കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അത് ഏതെങ്കിലും പഴയ കാര്യങ്ങളാണ് പഠിച്ചത്, പഴയ മെത്തേഡ്സും അതൊക്കെയാണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ജോലി തരുമോ? ഇല്ല.
അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കും. അവർ നല്ല കാര്യമാണ്, വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് നല്ലതാണ്. കാരണം അവിടുന്ന് പഠിച്ചിറങ്ങി വരുന്ന സമയത്ത് അവരുടെ കയ്യിലെ PGDM സർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. ആ PGDM എന്നുള്ളത് അവർക്കൊരു ഡിഗ്രിക്ക് ശേഷമാണെങ്കിൽ മാസ്റ്റേഴ്സ് ലെവലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അവർക്ക് കുറച്ചുകൂടി നല്ല പൊസിഷൻസിലൊക്കെ കമ്പനി ഒരു സീനിയർ റോളുകളിലേക്കും അല്ലെങ്കിൽ മാനേജ്മെന്റ് നല്ല പൊസിഷനിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ നല്ലതാണ്. ഇന്ന് അതിനൊപ്പം തന്നെ ഇന്ന് അതിന് അത്രയും സ്പെൻഡ് ചെയ്ത് US-ലോ കാനഡയിലോ UK-ലൊക്കെ ആണെങ്കിൽ ഒരുപാട് ലക്ഷങ്ങളാണ്, 27-35 ലക്ഷമൊക്കെയാണ് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാമിൻ്റെ PGDM പ്രോഗ്രാംസ് പഠിക്കാനായിട്ട് ഓരോ വിദ്യാർത്ഥിയും സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് അത്രയും ഫിനാൻഷ്യൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പോകാതെ തന്നെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ PGDM പ്രോഗ്രാംസ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് എവിടെയും ജോലി കിട്ടില്ല. പക്ഷേ ഡിഗ്രിക്ക് ശേഷം ഏതെങ്കിലും ഷോർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സ് പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സ്പെഷ്യലിസ്റ്റ് ആവാനും സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് PGDM പ്രോഗ്രാംസ് പഠിക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നുകൊണ്ടല്ല, ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിറങ്ങി വരുന്ന സമയത്ത് അവരുടെ പ്രൊഫൈലും നമ്മുടെ പ്രൊഫൈലും തമ്മിലൊരു കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ആ കോമ്പറ്റീഷനിൽ നമുക്കും എന്ത് നിൽക്കണം, ടോപ്പ് പൊസിഷൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ പറ്റണം. കാരണം ക്വാളിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാസ്റ്റേഴ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ PGDM കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഏതെങ്കിലും സൂപ്പർ ഒരു മാനേജ്മെന്റ് പൊസിഷനിൽ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കരിയർ ചൂസ് ചെയ്യാനായിട്ട്. അതല്ലാതെ ചുമ്മാ കോഴ്സിന്റെ പേരോ അല്ലെങ്കിൽ ഡ്യൂറേഷനോ അല്ലെങ്കിൽ അത് മാത്രം നോക്കി പഠിച്ചത് കൊണ്ട് മാത്രം നല്ല ഒരു സ്പെഷ്യലിസ്റ്റ് ആവാനും നല്ലൊരു പൊസിഷനിലോ നല്ലൊരു കരിയറോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ലഭിക്കില്ല. ഈ പറഞ്ഞ പോയിന്റ്സുകൾ, കോഴ്സിന്റെ കാര്യങ്ങളായിക്കോട്ടെ, PGDM പ്രോഗ്രാംസ് ആണോ, അതല്ലെങ്കിൽ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗും ബ്രാൻഡ് മാനേജ്മെന്റ് ഉണ്ടോ, AI ഇന്റഗ്രേറ്റഡ് ആണോ, കേസ് സ്റ്റഡീസ് ഉള്ളതാണോ, ഇതൊക്കെ നോക്കുക. കാരണം ഏറ്റവും രസകരമായ കാര്യം വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം ഓൺലൈനിൽ തിയറി മാത്രം പഠിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവരെന്താ പഠിച്ചെന്നുള്ളതും എനിക്കറിയാത്ത പോയിന്റാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കരിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്.